എക്സലിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്, ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന ചാപ്റ്ററിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ജോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും ഭൂമിയെ പല പല മേഖലകളായിട്ട് ഇന്റീരിയർ അല്ലെങ്കിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ എർത്തിന്റെ ഇന്റീരിയറിനെ പല പല മേഖലകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രധാനമായും 3 ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. ആ ക്രസ്റ്റിനെ വീണ്ടും തിരിച്ചു കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും തിരിച്ചു. അടുത്ത മാൻഡിലിനെ തിരിച്ചു അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും. കോറിനെ തിരിച്ചു ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹെഡിങ് നോക്കിയേ, ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ എന്നാണ് ഹെഡിങ്ങിന്റെ പേര്. ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. നമ്മുടെ എർത്തിനെ നമ്മളൊരു കേക്കിന്റെ ആകൃതിയിൽ മുറിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ തിരിച്ചിരിക്കുന്നു ക്രസ്റ്റ്, മാൻഡില്, കോർ. അതിൽ മാൻഡിലെ വീണ്ടും നമ്മൾ തിരിച്ചു അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും. നമ്മൾ ആദ്യ ഹെഡിങ് നമുക്ക് നോക്കാം, ലിത്തോസ്ഫിയർ. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ നമുക്ക് നോക്കാം. ഈ ക്രസ്റ്റ് കംപ്ലീറ്റ് ഉൾപ്പെടുന്ന ഭാഗത്തെയും മാൻഡിലിന്റെ അപ്പർ മാൻഡിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. പഠിച്ചു പോണം. ഡെഫിനിഷൻ പറയുന്നു, ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ക്രസ്റ്റ് ഉൾപ്പെടുന്ന ഭാഗത്തെ കംപ്ലീറ്റും അപ്പർ മാൻഡിലും മാത്രം ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റിലും ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് സെമി വിസ്കസ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റുമാണ്, അർദ്ധ ദ്രാവകാവസ്ഥ. അപ്പൊ ടാറ് കാണും, ടാറിനെ പോലെയാണ് ആര് കാണപ്പെടുന്നത്? ലോവർ മാൻഡിൽ കാണപ്പെടുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ആ ക്രസ്റ്റ് ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ക്രസ്റ്റ്, അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്, അത് കംപ്ലീറ്റും മാൻഡിലിന്റെ അപ്പർ മാൻഡിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ലിത്തോ എന്ന് വാക്കേണ്ട ലിത്തോ. ലിത്തോ മീൻസ് റോക്ക് എന്നാണ്. റോക്ക്. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ഇറ്റ് ഈസ് എൻറ്റയർലി ബിൽറ്റ് അപ്പ് ഓഫ് റോക്ക്. ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് ശിലകൾ അല്ലെങ്കിൽ റോക്കുകളുണ്ട്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ലിത്തോസ്ഫിയർ എന്ന പേര് വന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുന്നു, ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. അടുത്ത നമുക്ക് നോക്കാം, അസ്തനോസ്ഫിയർ. വാട്ട് ഈസ് അസ്തനോസ്ഫിയർ? ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന സെമി വിസ്കസ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അതായത് ലോവർ മാൻഡിലിന്റെ പാർട്ടാണ് ആര്? അസ്തനോസ്ഫിയർ. ആർക്ക് താഴെ കാണപ്പെടുന്നു? ലിത്തോസ്ഫിയർ തൊട്ട് താഴെ കാണപ്പെടുന്ന അല്ലെങ്കിൽ സെമി വിസ്കസ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. നിങ്ങൾക്കറിയാം, വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം. ഈ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് ലാവ എന്ന് വിളിക്കുന്നു. അതിനകത്തിരിക്കുമ്പോൾ, അതായത് എർത്തിന്റെ ഇന്റീരിയർ ലാവുമ്പോൾ അതിന്റെ പേരാണ് മാഗ്മ. ഇറ്റ് ഈസ് ഇജക്റ്റഡ് ഔട്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ലാവ. അപ്പൊ ഈ ലാവ പുറത്തേക്ക് വരുന്നതിനുള്ള സോഴ്സ് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്ന ആരാണ്? ഈ അസ്തനോസ്ഫിയർ ആണ്. ഈ അസ്തനോസ്ഫിയർ സെമി വിസ്കസ് ആയ അല്ലെങ്കിൽ ടാറിന്റെ രൂപത്തിൽ ഇരിക്കുന്ന കാരണമാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ലാവയുടെ സോഴ്സ് ആണ് ആര്? ഈ അസ്തനോസ്ഫിയർ. ഒന്നുകൂടെ പറയുന്നു, the crust and upper mantle together known as lithosphere. The semi-viscous part found below the lithosphere is known as asthenosphere. പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന പാർട്ടിനകത്ത് നമ്മൾ എന്തെങ്കിലും പറയാം. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഹെഡിങ് ആണ് റോക്സ് അല്ലെങ്കിൽ ശിലകളെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് കല്ലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മുറ്റത്തിറങ്ങുമ്പോൾ ഒരുപാട് കല്ലുകൾ, പല വെറൈറ്റി കളറിലുള്ളത്, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ടു മുന്നേ പറഞ്ഞത് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ആ ലിത്തോസ്ഫിയറിന് ആ പേര് വരാൻ തന്നെ കാരണം എന്താണ്? ലിത്തോ മീൻസ് എന്താണ്? റോക്ക് എന്നാണ് അർത്ഥം. അപ്പം ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ്. അപ്പൊ ആ റോക്ക് എങ്ങനെയൊക്കെയുള്ള റോക്ക് ആയിരിക്കും? ഡിഫറെന്റ് കളേഴ്സ് ഉള്ള റോക്ക് കാണാൻ പറ്റും, ഡിഫറെന്റ് ഹാർഡ്നെസ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ റോക്കിനും പ്രത്യേക തരത്തിലുള്ള കാഠിന്യവും പ്രത്യേക തരത്തിലുള്ള കളറും ആയിരിക്കും. അപ്പം ഈ ഇപ്പൊ നമ്മൾ മടവുപാറ പോയി നോക്കുമ്പോൾ കാണപ്പെടുന്ന റോക്ക് ആയിരിക്കില്ല വെള്ളാണിക്കപ്പാറ പോയി നോക്കുമ്പോൾ കാണും. അപ്പം ആ റോക്കിലെ എന്തെങ്കിലും ഡിഫറെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകിൽ യുണീക്നെസ് കാണും അല്ലെങ്കിൽ ഡിഫറൻസ് കാണിക്കും. ഒന്നുകിൽ സാമ്യം കാണാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വ്യത്യാസം കാണാം. അപ്പം ആ സാമ്യവും വ്യത്യാസവും കാരണം എന്താണ്? അതിൽ കാണപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ കാഠിന്യം കുറഞ്ഞ വസ്തുക്കളാണെങ്കിൽ ആ റോക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ ഉണ്ടായിരിക്കും. ഇനി കളർ, ആ റോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് മിനറൽസ് കൊണ്ടാണെങ്കിൽ അതെന്തായിരിക്കും? ആ റോക്ക് എൻറ്റയർലി ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന എന്തിനെ ആശ്രയിച്ചിരിക്കും? മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളെ അടിസ്ഥാനമാക്കിയിരിക്കും ആ റോക്കിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? The lithosphere acquires its name from the material with which it is made. എന്ത് വസ്തു കൊണ്ടാണോ ആ ലിത്തോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന പേര് വന്നത്.
If you look around, you can see rocks of different colors and hardness. പല തരത്തിലുള്ള കളറിലും പല കാഠിന്യത്തിലുള്ള റോക്കുകൾ നിങ്ങൾക്ക് ചുറ്റുപാട് കാണാനായിട്ട് പറ്റും. This diversity is due to its constituents. ഈ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളിലുള്ള പ്രത്യേകത. ആ കോൺസ്റ്റിറ്റ്യൂൻസിനെ വിളിക്കുന്ന പേരാണ് തോന്നുന്നത് മിനറൽസ് എന്ന് വിളിക്കുന്നത്. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ. The constituents of rocks അല്ലെങ്കിൽ the constituents which is made up of അല്ലെങ്കിൽ made by rock is called എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഏത് വസ്തുക്കളാണോ റോക്ക് നിർമ്മിതമായിരിക്കുന്നത് ആ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്. More than 2000 of minerals are identified. ഇതാണ് ഏകദേശം ഭൂമിയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ ഏകദേശം 2000 പുറത്ത് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളെ കണ്ടെത്തുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് ഒക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? മിനറൽസിന് എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ സിലിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് മണലെടുത്ത് നോക്കുമ്പോൾ മണലെടുത്ത് മണല തരിയൊക്കെ മാറ്റി കഴിയുമ്പോൾ കാണുന്ന അവസാനം കാണപ്പെടുന്ന ഗ്ലാസ് പാർട്ടിക്കിൾസ് സിലിക്ക എന്ന് പറയുന്ന മിനറൽസ് ആണ്. പിന്നെ നമ്മളെ വീട്ടിൽ റോഡ് ടാർ ചെയ്യാനൊക്കെ ചല്ലി കൊണ്ടുവരും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് റോക്കിന്റെ പാർട്സ് ഉണ്ട്. അപ്പൊ ആ ചല്ലിക്കകത്ത് തിളങ്ങുന്ന ബ്ലാക്ക് കളർ സാധനമാണ് മൈക്ക. അതൊരു മിനറലാണ് മൈക്ക എന്ന് പറയുന്നത്. ഇനി ഹേമറ്റൈറ്റ്, അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് ഒക്കെ ഓരോരോ മിനറൽസ് ആണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലിത്തോസ്ഫിയർ എന്ന വാക്ക് വരാൻ തന്നെ കാരണം ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആണ്. അത് ഈ റോക്ക് എന്ന ഡിഫറന്റ് കളറിലും ഡിഫറന്റ് ഹാർഡ്നെസ്സിലും കാണപ്പെടും. ആ ഡിഫറന്റ് കളറും ഡിഫറന്റ് ഹാർഡ്നെസ്സിനും കാരണം എന്നാണ് അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ അടിസ്ഥാനമാക്കിയത്. അങ്ങനെ വിളിക്കുന്ന പേരാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഏകദേശം 2000 മോർ ദാൻ 2000 മിനറൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആരൊക്കെയാണ്? സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എക്സെട്ര. ഇതൊക്കെ ഓരോ ധാതുക്കൾക്ക് എക്സാമ്പിൾ റോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് പോർഷനിലോട്ട് കിടക്കുകയാണ്. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ, അതായത് ഓരോ ശിലകളും രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രധാനമായും ദ റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്ക് എന്ന് വെച്ചാൽ ആഗ്നേയ ശിലകളെന്നും, സെഡിമെന്ററി റോക്ക് എന്ന് വെച്ചാൽ അവസാദ ശിലകളെന്നും, മെറ്റമോർഫിക് റോക്ക് എന്ന് വെച്ചാൽ കായാന്തരിത ശിലകളെന്നുമാണ്. അപ്പൊ ഞാൻ പറയുന്നതാണ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഫോർമേഷൻ. ആ ശില അല്ലെങ്കിൽ ആ റോക്ക് രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ റോക്കുകളെ എല്ലാ റോക്കുകളെയും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ. പ്രധാനമായിട്ടും ഇഗ്നിയസ് റോക്ക് എന്നും, സെഡിമെന്ററി റോക്ക് എന്നും, മെറ്റമോർഫിക് റോക്ക് എന്നും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഫോർമേഷൻ ദ റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2. ശിലകൾ രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ശിലകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നു: ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റമോർഫിക്. എന്താണ് ഇഗ്നിയസ് എന്ന് വെച്ചാൽ ആഗ്നേയ ശിലകൾ, സെഡിമെന്ററി റോക്ക് എന്ന് വെച്ചാൽ അവസാദ ശിലകൾ, മെറ്റമോർഫിക് എന്ന് വെച്ചാൽ കായാന്തരിത ശിലകൾ. ഇത് നമ്മൾ ഓരോ ശിലകളെയും അല്ലെങ്കിൽ ഓരോ റോക്കിനെയും സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശില. ആഗ്നേയ എന്ന് വെച്ചാൽ അഗ്നി, തീ എന്നാണ് അർത്ഥം. ആഗ്നേയ ശിലകൾ എന്ന് വെച്ചാൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോക്കൂ, ദിസ് ഈസ് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ഇജക്റ്റഡ് ത്രൂ ഫിഷേഴ്സ്. ഒരു വാക്ക് പറയുന്നത് ഫിഷേഴ്സ്. ഫിഷേഴ്സ് നോക്കിയാണ്. ഇതൊരു വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതമാണെങ്കിൽ ആ അഗ്നിപർവ്വതത്തിന്റെ അടിഭാഗത്ത് നിന്ന് മാഗ്മ പുറത്തേക്ക് വരുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഫിഷർ. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ എന്ത് ചെയ്യും? മാഗ്മ പുറത്തേക്ക് വരുന്നു. ആ മാഗ്മ പുറത്തേക്ക് വരുന്ന ആ വെന്റ് അല്ലെങ്കിൽ ആ ചെറിയ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫിഷർ. അപ്പൊ ഫിഷറിൽ കൂടെ എന്ത് പുറത്തേക്ക് വരും? മാഗ്മ പുറത്തേക്ക് വരുന്നു. അതിന്റെ പേരെന്തായിട്ട് മാറുന്നു? ലാവയായിട്ട് മാറുന്നു. ഒന്നുകിൽ ഈ പുറത്തേക്ക് വരുന്ന ലാവ എർത്തിന്റെ ക്രസ്റ്റിൽ വെച്ച് എന്ത് ചെയ്യാം? കൺസോൾഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ടി പിടിച്ച് എന്തായിട്ട് മാറാം? റോക്കായിട്ട് മാറാം. അല്ലെങ്കിൽ ആ മാഗ്മ എന്ത് ചെയ്യാം? ഇതിനകത്ത് തന്നെ വെച്ച് എന്ത് ചെയ്യാം? കട്ടി പിടിച്ച് എന്തായിട്ട് മാറാം? റോക്കായിട്ട് മാറാം. വിളിക്കുന്ന പേര് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. Igneous rocks are formed by the molten rock. Molten, what is molten എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു. Molten is semi viscous. നമ്മൾ ടാറ് പോലെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് മോൾട്ടൺ. ഓക്കെ, അപ്പൊ മോൾട്ടൺ മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ഫിഷേഴ്സ്. എവിടെ കൂടെ? ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ. അതിനെ വിളിക്കുന്ന പേര് ഫിഷർ. ആ ഫിഷറിൽ കൂടെ എന്ത് പുറത്തേക്ക് വരും? മാഗ്മ അല്ലെങ്കിൽ ഈ മോൾട്ടൺ മെറ്റീരിയൽ പുറത്തേക്ക് വരാം. In the crust and solidifying. Solidifying means എന്തായിട്ട് മാറുക? സോളിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയായിട്ട് മാറുക. Solidifying either on the surface. ഒന്നുകിൽ എർത്തിന്റെ സർഫസിൽ വന്ന് എന്ത് ചെയ്യാം? കട്ടി പിടിച്ച് റോക്കായിട്ട് മാറാം. അല്ലെങ്കിലോ or within the crust itself. അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാം? കട്ടി പിടിച്ച് റോക്കായിട്ട് മാറാം. വിളിക്കുന്ന പേര് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ.
സിമ്പിൾ ആയിട്ട് എന്താണ്, മാഗ്മ പുറത്തേക്ക് വരികയോ മാഗ്മ ഡയറക്റ്റ് സോൾഡിഫൈ അല്ലെങ്കിൽ കട്ടിപിടിച്ചുണ്ടാകുന്ന റോക്കിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ. ഇനി നമ്മൾ ബാക്കി പറയാൻ വേണ്ടി പോകുന്ന സെഡിമെന്ററി റോക്ക് ആയിക്കോട്ടെ മെറ്റമോർഫിക് റോക്ക് ആയിക്കോട്ടെ, ആ ബാക്കി രണ്ട് റോക്കും ഫോം ചെയ്യുന്നത് ആരിൽ നിന്നാണ്? ഈ ഇഗ്നിയസ് റോക്കിന് മാറ്റം സംഭവിച്ചാൽ മാത്രമേ ഈ സെഡിമെന്ററി റോക്കും മെറ്റമോർഫിക് റോക്കും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഗ്നിയസ് റോക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രൈമറി റോക്ക് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ. അതായത് ഈ റോക്ക് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് ബാക്കി ആരൊക്കെ ഉണ്ടാകുന്നത്? സെഡിമെന്ററി റോക്കും മെറ്റമോർഫിക് റോക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി റോക്ക്. ഒന്നുകൂടെ പറയുന്നു, മോൾട്ടൺ മെറ്റീരിയൽ ഇജക്റ്റഡ് ത്രൂ ഫിഷേഴ്സ് അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് ത്രൂ ദ ഫിഷേഴ്സ്. ആ ചെറിയ ഓപ്പണിംഗ് വിളിക്കുന്ന ഫിഷർ എന്ന്, ആ ഫിഷറിൽ കൂടി പുറത്തേക്ക് വന്ന് ക്രസ്റ്റിന്റെ പുറത്ത് വെച്ച് കട്ടിപ്പിടിക്കാം അല്ലെങ്കിൽ ക്രസ്റ്റിനെ അകത്ത് വെച്ച് കട്ടിപ്പിടിക്കാം. വിളിക്കുന്ന പേര് ഇഗ്നിയസ് റോക്ക്. അതിന്റെ വേറൊരു പേരെന്താണ്? പ്രൈമറി റോക്ക് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ. എക്സാമ്പിള് ഗ്രാനൈറ്റ്, ബസാൾട്ട്. നമ്മുടെ വീട്ടിലെ തറയിൽ കിടന്ന ഗ്രാനൈറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്, ആഗ്നേയ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തെ റോക്കാണ് സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകൾ. ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ ഇഗ്നിയസ് റോക്കിന് മാറ്റം സംഭവിച്ചാലേ എന്തുണ്ടാവുള്ളൂ? സെഡിമെന്ററി റോക്കും മെറ്റമോർഫിക് റോക്കും ഉണ്ടാവുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ് വെതറിംഗ്. വെതറിംഗ് മീൻസ് അപക്ഷയം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട് ടെറസിന്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം വന്നെന്ത് ചെയ്യും? താഴേക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം താഴോട്ട് വീഴും. അപ്പൊ പൈപ്പിന്റെ അവിടെ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്ന പോർഷൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടുത്തെ കല്ലിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റും. ഒന്നുകിൽ കളർ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ബാക്കി ചുറ്റും കാണപ്പെടുന്ന കല്ലിനെക്കാളും വ്യത്യാസമായിരിക്കും ആ വെള്ളം വീഴുന്ന പോർഷനിൽ കാണപ്പെടുന്ന കല്ല്. എന്തായിരിക്കും കാര്യം? അതായത് ആ മഴ വീണ സമയത്ത് വെള്ളം അത്രയും കാലം അവിടെ വീണ് എന്തായിട്ട് മാറും? ആ റോക്കിന്റെ അല്ലെങ്കിൽ അവിടെ കാണപ്പെടുന്ന കല്ലിന് എന്ത് സംഭവിച്ചാണ്? മാറ്റം സംഭവിച്ചു കാണും. ആരുടെ ആക്ഷൻ കാരണം? ആ വാട്ടറിന്റെ ആക്ഷൻ കാരണം കല്ല് ഒന്നുകിൽ പൊടിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കളറില് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ വലിയൊരു കുഴി കാണപ്പെടാം. എങ്ങനെ കുഴിയായത്? ആ വെള്ളം അത്രയും മുകളിൽ നിന്ന് വീണപ്പോൾ അവിടെ വലിയ കുഴിയായിട്ട് മാറി. ആ സൺഷെയ്ഡിന്റെ മുകളിൽ നിന്ന് വെള്ളം വീണ ഭാഗത്തായിട്ട് മാറും, കുഴിയായിട്ട് മാറും. ആ ആക്ഷൻ കാരണം, വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന ഒരു മെറ്റീരിയലിന്റെ ആക്ഷൻ കാരണം ആ റോക്കിന് എന്തുണ്ടായി? മാറ്റം ഉണ്ടായി. അപ്പം ഈ പറയുന്ന വാട്ടർ ആയിക്കോട്ടെ വിൻഡ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ജിയോളജിക്കൽ ഏജന്റിന്റെ ആക്ഷൻ കാരണം ഒരു റോക്കിന് എന്ത് സംഭവിക്കാം? ഡിസിന്റഗ്രേഷൻ അല്ലെങ്കിൽ മാറ്റം സംഭവിക്കാം. വിളിക്കുന്ന പേര് വെതറിംഗ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ വാട്ടറിന്റെയോ വിൻഡിന്റെയോ ഒക്കെ ആക്ഷൻ കാരണം എന്ത് ചെയ്യാം? ഈ റോക്കിന് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അതായത് എത്രയെങ്കിലും വർഷം എടുക്കുക ആ റോക്ക് എന്ത് ചെയ്യാം? കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് പൊടിയാനായിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വെതറിംഗ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം. വളരെ കുറച്ചു കാലമല്ല, ഒരുപാട് വർഷം സമയം എടുത്തെന്ത് ചെയ്യും? ഈ റോക്ക് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ട് പൊടി. ഇപ്പൊ മലയുടെ മുകളിലൊക്കെ ഒരു കല്ലിരിക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ആ കല്ല് എന്ത് ചെയ്യും? കുറെ നാളോടെ മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ റോക്ക് എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിഞ്ഞ് താഴോട്ട് എന്ത് ചെയ്യാൻ പോവാം? ആ റോക്കിന് എന്ത് സംഭവിച്ചു? വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം സംഭവിച്ചു. ആര് കാരണം സംഭവിച്ചു? വാട്ടർ എന്ന് പറയുന്ന ഏജന്റ് കാരണം എന്ത് സംഭവിച്ചു? വെതറിംഗ് സംഭവിച്ചു. ഇനി ആ പൊടിഞ്ഞ ഭാഗം എന്ത് ചെയ്യും? മലയുടെ മുകളിലേക്ക് കല്ല് പൊടിയുന്നു, താഴോട്ട് എന്ത് ചെയ്യും? പോകുന്നു. ഡെബ്രീസ് സോ ഫോംഡ്, ഡെബ്രീസ് വേസ്റ്റ് ആണ്. ആ കല്ല് പൊടിഞ്ഞ് വീഴുന്ന മെറ്റീരിയൽ വിളിക്കുന്നത് ഡെബ്രീസ് എന്ന് വിളിക്കും. DEBRIS. ആ ഡെബ്രീസ് എന്ത് ചെയ്യും? ഡെബ്രീസ് സോ ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻസ് ആസ് ലെയേഴ്സ്. അപ്പൊ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞു പോകുന്ന പാർട്ടികൾ എന്ത് ചെയ്യും? താഴെ പോയി പല പല ലെയറുകളായിട്ട് എന്ത് ചെയ്യും? വീഴുന്നു. അപ്പം ഏറ്റവും മുകളിലത്തെ ഭാഗം ഇടിഞ്ഞു പോയി താഴെ C എന്ന ലെയർ വീണു, അതിന്റെ മുകളിൽ അടുത്ത ലെയർ B വീണു, അടുത്ത ലെയർ A വീണു. അങ്ങനെ ഓരോരോ ലെയർ ആയിട്ട് എന്ത് ചെയ്തു? വീഴുന്നു. Okay, these material gradually get lithified. പുതിയ വാക്ക് നമ്മൾ നേരത്തെ ലിത്തോസ്ഫിയർ പറഞ്ഞു. ഇവിടെ ലിത്തിഫൈഡ്. ലിത്തിഫൈഡ് എന്ന് വെച്ചാൽ what is lithification? The process of formation of a rock is called lithification. ഒരു വസ്തു കട്ട പിടിച്ച് റോക്ക് അല്ലെങ്കിൽ ശിലയായി മാറുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ലിത്തിഫിക്കേഷൻ. അപ്പം ഒരു മലയുടെ മുകളിലിരിക്കുന്ന എന്ത് ചെയ്തു? കല്ല് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിയുന്നു, താഴെ പോയി പല പല ലെയർ ആയിട്ട് വീഴുന്നു. ഓക്കെ, പല പല ലെയർ ആയിട്ട് വീണ ശേഷം മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ? അതിനകത്ത് വെള്ളം ഇറങ്ങി എത്രയെങ്കിലും വർഷം കഴിയുമ്പോൾ ഈ ലെയർ എന്ത് ചെയ്യും? കട്ടി പിടിച്ച് ഒരു ശിലയായിട്ട് മാറുന്നു. വിളിക്കുന്ന പേര് സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പോയി വീണ വസ്തുക്കൾ എങ്ങനെയാണ് വീഴുന്നത്? ലെയർ ബൈ ലെയർ. അതായത് ഒരു ലെയർ അടുത്ത ലെയർ, നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും. ഒരു ലെയർ അടുത്ത ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് എന്ത് ചെയ്യും? ഈ പൊടിഞ്ഞ മെറ്റീരിയൽസ് പോയി വീഴുന്നു, കട്ട പിടിച്ച് റോക്കായിട്ട് മാറുന്നു.
അതുകൊണ്ട് തന്നെ ഈ ലെയർ ബൈ ലെയർ ആയിട്ട് വീഴുന്നത് കൊണ്ട് ആസ് ദ സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ഇൻ ലേയേഴ്സ് ദേ ആർ ഓൾസോ നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്ക്. ഇതൊരു സ്ട്രാറ്റ, അടുത്ത സ്ട്രാറ്റ, അടുത്ത സ്ട്രാറ്റ. അതുകൊണ്ട് തന്നെ ഓരോ ലെയർ ആയി ഫോം ചെയ്യുന്നത് കൊണ്ട് ഈ സെഡിമെന്ററി റോക്കിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക്. നേരത്തെ ഇഗ്നിയസ് റോക്ക് നമ്മൾ വിളിച്ചു പ്രൈമറി റോക്ക് എന്ന് വിളിച്ചു. അതുപോലെ സെഡിമെന്ററി റോക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക്. ഒന്നുകൂടെ പറയുന്നു, വെതറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്ക് ഈസ് കോൾഡ് വെതറിംഗ്. റോക്ക് നീ കുഞ്ഞു കുഞ്ഞ് പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പൊടിയുന്നു. ആ റോക്ക് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിയുമ്പോൾ അതിനെ വിളിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം. ആ പൊടിഞ്ഞു വീണ റോക്ക് എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിഞ്ഞിട്ട് പല പല ലെയർ ആയിട്ട് ലോവർ റീജിയൻസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതിനെന്ത് ചെയ്യും? ലിക്വിഫൈ ചെയ്യുന്നു, കട്ട പിടിക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകളായിട്ട് മാറുന്നു. ഈ സാധനം ഫോം ചെയ്യുന്നത് പല പല ലെയർ ആയതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ സെഡിമെന്ററി റോക്സ്. നമ്മൾ ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട് പറഞ്ഞു. ഇനി നമ്മുടെ സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ആണ് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. നമ്മൾ വർക്കല ബീച്ചിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ വലിയ വലിയ റോക്കുകൾ ഇങ്ങനെ കട്ട പിടിച്ച് കാണപ്പെടും, ഏകദേശം ഒരു പിങ്ക് കളറായിട്ട്. ആ കാണപ്പെടുന്ന സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്ന റോക്ക് കാണപ്പെടാം നമുക്ക്. സാൻഡ് സ്റ്റോൺ പല പല കളറിൽ കാണപ്പെടുന്ന സാൻഡ് സ്റ്റോൺ കാണപ്പെടാം. ഓക്കെ, അപ്പൊ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇഗ്നിയസ് റോക്കായി, സെഡിമെന്ററി റോക്കായി. ഇനി അവസാന പോർഷൻ ആണ് മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇഗ്നിയസ് റോക്കിന് മാറ്റം സംഭവിച്ചാൽ എന്താണ് മാറും? സെഡിമെന്ററി റോക്കിനും മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. ഒന്നുകിൽ ഇഗ്നിയസ് റോക്കിനോ സെഡിമെന്ററി റോക്കിനോ മാറ്റം സംഭവിച്ച് എന്താണ് മാറാം? മെറ്റമോർഫിക് റോക്കായിട്ട് മാറാം. ഒരു സൈക്ലിക് പ്രോസസ് ആണ്, ചാക്രിക പ്രവർത്തനം. നിങ്ങൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ജലചക്രം പഠിച്ചിട്ടില്ലേ? എന്താണ്? നമ്മുടെ നദികളിലെയും ജലാശയങ്ങളിലെയും വാട്ടർ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യുന്നു, നേരെ മുകളിലോട്ട് പോയി മേഘങ്ങളിൽ തട്ടി എന്ത് ചെയ്യും? മഴയായിട്ട് താഴോട്ട് വരുന്നു. ആ താഴോട്ട് വെള്ളം എങ്ങോട്ട് തന്നെ ഒഴുകി പോകും, വീണ്ടും കടലിലോട്ട് തന്നെ പോയി ചേരുന്നു. അത് വീണ്ടും എന്ത് ചെയ്യും? നീരാവിയാവുന്നു, മുകളിലോട്ട്. സൈക്ലിക് അല്ലെങ്കിൽ ചാക്രിക പ്രവർത്തനമാണ്. അപ്പം ഈ റോക്ക് എന്ത് ചെയ്യാം? ഒരു റോക്ക് അടുത്ത റോക്കായിട്ട് മാറാം, അത് അടുത്ത റോക്കാണ്. അപ്പൊ ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി ആക്കാം, സെഡിമെന്ററി റോക്ക് എന്താണ് മാറാം? മെറ്റമോർഫിക് ആവാം. ഇത് എല്ലാ റോക്ക് എന്താണ് മാറാം? വീണ്ടും ഇഗ്നിയസ് ആയിട്ട് മാറാം. അത് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്ന റോക്കാണ് മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ. അപ്പം ഈ റോക്കിന് എന്ത് സംഭവിച്ചാൽ, ഏത് റോക്കിനും വെതറിംഗ് സംഭവിച്ചാൽ എന്തായിട്ട് മാറും? സെഡിമെന്ററി റോക്കായിട്ട് മാറും. ഇഗ്നിയസ് ശ്രദ്ധിക്കണേ, ഇഗ്നിയസ് റോക്കിനോ മെറ്റമോർഫിക് റോക്കിനോ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം സംഭവിക്കുമ്പോൾ എന്തായിട്ട് മാറും? സെഡിമെന്ററി റോക്കായിട്ട് മാറും. ഇനി മെറ്റമോർഫിക് റോക്ക് നമുക്ക് ഉണ്ടാവുന്ന നോക്കാം. which undergo physical and chemical changes. ഭൗതികപരമായിട്ടോ രാസപരമായിട്ടോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ മാത്രമേ ഇഗ്നിയസ് റോക്കോ സെഡിമെന്ററി റോക്കോ എന്തായിട്ട് മാറും? മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലയായിട്ട് മാറും. എന്തൊക്കെയായിരിക്കാം ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച്? ഒന്നുകിൽ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഹൈ ടെമ്പറേച്ചറോ ലോ പ്രഷറോ ആകുമ്പോൾ എന്തായിട്ട് മാറാം? മെറ്റമോർഫിക് റോക്കായിട്ട് മാറാം. അപ്പൊ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ ഭൗതികപരമായ വ്യത്യാസമോ അല്ലെങ്കിൽ രാസപരമായ മാറ്റവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു റോക്ക് മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ പ്രഷർ ഹൈയോ പ്രഷർ ലോയോ ആയിട്ട് മാറണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ താപനില കൂടുകയോ താപനില കുറയുകയോ ഒക്കെ സംഭവിച്ചാൽ ഭൂമിയിടിച്ച് എന്ത് ചെയ്യും? ഒരു റോക്ക് ഇഗ്നിയസ് റോക്ക് ആയിക്കോട്ടെ സെഡിമെന്ററി റോക്ക് ആയിക്കോട്ടെ അങ്ങനെ പ്രത്യേകതയില്ല. ഏത് റോക്കായാലും ടെമ്പറേച്ചറിലോ പ്രഷറിലോ മാറ്റം ഉണ്ടായാൽ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയിലേക്ക് ഭൂപ്രകൃതിയാണ് എന്താണ് മാറും? അവസാനം മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. നിമിഷം നേരം ഉണ്ടാവില്ല, എത്രയും വർഷം മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ എടുക്കും ഒരു റോക്കിന് മാറ്റം ഉണ്ടായിട്ട് മാറാൻ. നമ്മളെ വീട്ടിലേക്ക് ഇടുന്ന മാർബിൾ എന്തൊരു എക്സാമ്പിൾ ആണ്? മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ്. ഉദാഹരണം പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോൺ. അതെ, ലൈം സ്റ്റോണിനെ മാത്രം എടുക്കുക. ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയാം മലയാളത്തിൽ. CaCO3 കാൽഷ്യം കാർബണേറ്റ് ആണ് ചുണ്ണാമ്പ് കല്ല്. CaCO3 കാൽഷ്യം കാർബണേറ്റ്. ആ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താണ്? ആ ചുണ്ണാമ്പ് കല്ലിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഉയർന്ന താപനില കാരണം അതെന്തായിട്ട് മാറും? മാർബിൾ എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. നമ്മളെ ശാന്തിഗിരിയിലെ പർണശാലയിൽ ഉണ്ടായിരിക്കുന്ന മാർബിൾ ഉണ്ടായിരിക്കുന്നത് എന്തൊരു എക്സാമ്പിൾ ആണ്? മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലയ്ക്ക് എക്സാമ്പിൾ ആണ്. സ്ലേറ്റ് നമ്മൾ കുഞ്ഞിലേക്ക് നെക്സറി എഴുതി പഠിക്കുന്ന സ്ലേറ്റ്, പൊട്ടിപ്പോകുന്ന സ്ലേറ്റ്, ഇപ്പോഴത്തെ സ്ലേറ്റ് അല്ല, താഴെ വീണത് പൊട്ടിപ്പോകുന്ന സ്ലേറ്റ് ഉണ്ട്. ആ സ്ലേറ്റ് എന്തൊരു എക്സാമ്പിൾ ആണ്? മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. Based on mode of formation, the rocks can be classified into 3. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഏതെങ്കിലും ഒരു റോക്കിനെ കുറിച്ച് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ കേരളത്തിലെ കാണപ്പെടുന്ന റോക്ക് ഏതാണ്? മെറ്റമോർഫിക് റോക്കാണ്.
മടവുപ്പാറ കാണപ്പെടുന്ന റോക്ക് മെറ്റമോർഫിക് റോക്കാണ്. വെള്ളാണിക്കൽ പാറ കാണപ്പെടുന്ന റോക്ക് മെറ്റമോർഫിക് റോക്ക്. അതെന്തൊരു എക്സാമ്പിൾ ആണ്? മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന മാർബിള്, സ്ലേറ്റ് പോലുള്ള റോക്കുകളൊക്കെ. അടുത്താണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ശിലാചക്രത്തെ പറ്റിയാണ് പറയാൻ വേണ്ടി. ഞാൻ നേരത്തെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ പറഞ്ഞു. മഴ പെയ്യുന്ന പ്രോസസ് എന്താണ്? മഴ എന്താണ്? കടലിലെ വെള്ളം, ജലാശയങ്ങളിലെ ബാക്കി ലേക്സിലായിക്കോട്ടെ, സീയിലായിക്കോട്ടെ, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, മുകളിൽ പോകുന്നു, കണ്ടൻസ് ചെയ്യുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? മഴയായിട്ട് താഴേക്ക് വരുന്നു. ആ താഴോട്ട് വരുന്ന വെള്ളം വീണ്ടും എങ്ങോട്ടേലും പോകും, വീണ്ടും വാട്ടർ ബോഡീസിലൂടെ തന്നെ പോകുന്നു. അത് വീണ്ടും ഇവാപ്പറേറ്റ്, സണ്ണിന്റെ ചൂട് കാരണം ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഒരു സൈക്ലിക് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്താണ്? ഈ സൈക്ലിക് പ്രോസസ് എന്തിലും നടക്കും? ഈ റോക്കിലും നടക്കും. അതായത് ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് ആവും, സെഡിമെന്ററി റോക്ക് തിരിച്ച് വീണ്ടും ഇഗ്നിയസ് റോക്ക് ആവും, ഇഗ്നിയസ് റോക്ക് എന്തായിട്ട് മാറാം? മെറ്റമോർഫിക് ആവാം, മെറ്റമോർഫിക് തിരിച്ച് ഇഗ്നിയസ് ആവാം, അല്ലെങ്കിൽ മെറ്റമോർഫിക് സെഡിമെന്ററി. ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്ട് നടന്നുകൊണ്ടേ ഇരിക്കും. വിളിക്കുന്ന പേര് റോക്ക് സൈക്കിൾ. ഇതിന്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ആ ഫിഗറിനകത്ത് കണ്ട ശ്രദ്ധിച്ചാണ് നിങ്ങൾ ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ് സെഡിമെന്ററി ആവുന്നത്? എന്ത് സംഭവിച്ചത്? വെതറിങ് അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറാം? കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിയുന്നു, താഴെ പോയി എന്തായിട്ട് മാറാം? ലെയർ ബൈ ലെയർ ആയിട്ട് മാറുന്നു, സെഡിമെന്ററി റോക്കായിട്ട് മാറുന്നു. ആ സെഡിമെന്ററി റോക്കിൽ എന്താണ്? ലെയർ ബൈ ലെയർ, ഫിഗർ ലെയർ ബൈ ലെയർ ആണ്. ഓരോ കളർ ഓരോ ലെയർ ആയിട്ട് കാണാൻ പറ്റും. ആ സെഡിമെന്ററി റോക്കിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറാം? മെറ്റമോർഫിക് റോക്കായിട്ട് മാറാം. ആ മെറ്റമോർഫിക് റോക്ക് എന്ത് ചെയ്യുമ്പോഴേ വീണ്ടും എന്തെങ്കിലും മാഗ്മയൊക്കെ വന്ന് വീഴുമ്പോഴേ ആ റോക്ക് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവാം, ഉരുകി പുതിയൊരു റോക്കായിട്ട് മാറി എന്തായിട്ട് മാറാം? വീണ്ടും ഇഗ്നിയസ് റോക്കായിട്ട് കട്ട പിടിച്ച് എന്ത് ചെയ്യാൻ മാറാം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് സൈക്ലിക് പ്രോസസ് അല്ലെങ്കിൽ റോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ശിലാചക്രം എന്ന് എന്ത് ചെയ്യാൻ പറയാം. അതിനെ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാണ് രണ്ട് ആരോമാർക്കുണ്ട്. ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് ആവാം, സെഡിമെന്ററി റോക്ക് എന്തായിട്ട് മാറാം? ഇഗ്നിയസ് റോക്ക് ആയിട്ട് മാറാം. നോക്കിയാണ് സെഡിമെന്ററി റോക്ക് എങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് ആവുന്നത്? ഏതൊരു റോക്ക് ആയാലും മെൽറ്റ് അല്ലെങ്കിൽ ഉരുകിയാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ഇഗ്നിയസ് റോക്ക് ആയിട്ട് മാറും. ഇനി ഇഗ്നിയസ് റോക്ക് എങ്ങനെ സെഡിമെന്ററി ആയിട്ട് മാറുന്നേ പറഞ്ഞാൽ അത് ആ റോക്ക് വെതറിങ് അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് പൊടിഞ്ഞാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? സെഡിമെന്ററി റോക്ക് ആയിട്ട് മാറും. മനസ്സിൽ വെക്കേണ്ട പോയിന്റ്, ഇഗ്നിയസ് റോക്ക് ആവണമെങ്കിൽ ഏത് റോക്ക് ആയാലും ആ റോക്ക് എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്യണം. ഏത് റോക്ക് ആയാലും സെഡിമെന്ററി റോക്ക് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം സംഭവിച്ചാൽ മാത്രമേ ആ റോക്ക് എന്തായിട്ട് മാറുള്ളൂ? സെഡിമെന്ററി റോക്കായിട്ട് മാറും. മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, എങ്ങനെ ഇഗ്നിയസ് ആവും? ഇഗ്നിയസ് എങ്ങനെ മെറ്റമോർഫിക് ആവും? ഏതൊരു റോക്ക് ആയാലും മെറ്റമോർഫിക് റോക്ക് ആവണമെങ്കിൽ ഹൈ ടെമ്പറേച്ചറോ ഹൈ പ്രഷറോ അഫക്ട് ചെയ്യണം. അപ്പൊ ഇഗ്നിയസ് റോക്ക് ആയാൽ പോലും മെറ്റമോർഫിക് ആവണമെങ്കിൽ എന്ത് അഫക്ട് ചെയ്യണം? ഹൈ ടെമ്പറേച്ചറോ ഹൈ പ്രഷറോ അഫക്ട് ചെയ്യണം. ഇനി മെറ്റമോർഫിക് റോക്ക് എങ്ങനെ ഇഗ്നിയസ് ആവാം? ഞാൻ ആദ്യം പറഞ്ഞു, ഏതൊരു റോക്കും എന്തായാൽ മാത്രമേ മെൽറ്റ് അല്ലെങ്കിൽ ഉരുകിയാൽ മാത്രമേ ഇഗ്നിയസ് റോക്കായിട്ട് മാറുകയുള്ളൂ. ലാസ്റ്റ് സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദശിലകൾ എങ്ങനെ മെറ്റമോർഫിക് ആവും? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് റോക്ക് എന്തായിട്ട് മാറുള്ളൂ? മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. ഇനി മെറ്റമോർഫിക് റോക്ക് എങ്ങനെ സെഡിമെന്ററി ആവാം? ഞാൻ പറഞ്ഞു, ഏതൊരു റോക്കും സെഡിമെന്ററി ആവണമെങ്കിൽ എന്ത് നടക്കണം? വെതറിങ് സംഭവിക്കണം അല്ലെങ്കിൽ അപക്ഷയം സംഭവിക്കണം. മനസ്സിലാക്കേണ്ട പോയിന്റ്, ഏത് റോക്കായാലും ഇഗ്നിയസ് റോക്ക് ആവാൻ മെൽറ്റ് ചെയ്യണം, ഏതൊരു റോക്കും സെഡിമെന്ററി റോക്ക് ആവാൻ വെതറിങ് സംഭവിക്കണം, ഏതൊരു റോക്കും മെറ്റമോർഫിക് റോക്ക് ആവാൻ എന്ത് സംഭവിക്കണം? ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ ആക്ട് ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് റോക്ക് സൈക്കിൾ. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത്? ലിത്തോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു. ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ ടൂതർ നോൺ ആസ് ലിത്തോസ്ഫിയർ. തൊട്ട് താഴെ കാണപ്പെടുന്ന സെമി വിസ്കസ് പാർട്ടിനെ വിളിക്കുന്ന പേര് അസ്തനോസ്ഫിയർ. റോക്കുകളെ പറ്റി പറഞ്ഞു. റോക്കിൽ പല പല മിനറൽസ് കാണപ്പെടുന്നുണ്ട്. ആ മിനറൽസ് കോൺസ്റ്റൻസ് മിനറൽസ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പല പല കളറിലും പല പല ഹാർഡ്നെസ്സും കാണപ്പെടുന്നുണ്ട് ആ മിനറൽസിന്. മിനറൽസ് ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്ന റോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഫോർമേഷനെ അടിസ്ഥാനമാക്കിയിട്ട് റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഇനി ഓരോ റോക്കിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞു, വളരെ വളരെ ഇമ്പോർട്ടന്റ്. റോക്ക് സൈക്കിളിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.